വെള്ളാപ്പള്ളിയെപ്പോലുള്ള ജാതീയ ബാധകളെ ഇടതുപക്ഷം ഒഴിവാക്കി തന്നെ നിർത്തേണ്ട സന്ദർഭമാണ്. മകനെ BJPയിൽ വിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് സംഘപരിവാറിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന ആ ഒരു കൂട്ടിക്കൊടുപ്പ് പരിപാടി തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്നിപ്പോൾ കോട്ടയത്ത് നടന്ന പരിപാടിയിൽ അടിച്ച വാചകങ്ങളുണ്ട്. അതായത് ഈ നാട്ടിൽ തനിക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ജാതിയുടെ തലപ്പത്ത് കയറിയിരുന്ന് മകനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിട്ട് അതിൻ്റെ വിഹിതം കുടുംബത്തിലേക്കും ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കി അതിലൂടെ കിട്ടുന്നതും കുടുംബത്തിലേക്ക് വരുത്തി അതിൻ്റെ ഒരു എല്ലിൻ കഷ്ണം പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള ഈഴവ വിഭാഗക്കാർക്ക് ഇട്ടുകൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ സംരക്ഷകൻ ചമഞ്ഞ് നടക്കുന്നത് തികഞ്ഞൊരു വിഷമാണെന്ന് പറയേണ്ടി വരികയാണ്. ഒരാവശ്യവുമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നിപ്പോൾ കോട്ടയത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ച് പറഞ്ഞ വാചകം. ആ വാചകം പറയാൻ എന്ത് യോഗ്യതയാണ് വെള്ളാപ്പള്ളിക്കുള്ളത്? കാര്യം വെള്ളാപ്പള്ളി ഈ നാട്ടിലെ പേരുകേട്ട മതേതരനൊന്നുമല്ല. ഈ നാട്ടിൽ ജാതി വളർത്താനും വർഗീയത പടർത്താനും നടക്കുന്ന ഒരു വിഷജന്തുവാണ്. അയാൾ മറ്റൊരു വ്യക്തിയെ കല്ലെറിയുമ്പോൾ സംഘപരിവാറിൻ്റെ വിഷജന്തുക്കൾ സഞ്ചരിക്കുന്ന ഒരേ പാതയിൽ കയറി നിന്നിട്ട്